ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് വന്നതാണ്. അപ്പം ഞങ്ങൾ എന്താ പറയുക, ബാൺസ്ലിയിൽ നിന്ന് ഡെഡ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇന്നലെ രാത്രിയാണ് ഞങ്ങളിവിടെ എത്തിയത്. 12 മണിക്ക് പാതിരാത്രിക്ക്. അതെ, ഇന്നലെ രാത്രി ഞങ്ങൾ 12 മണിയോടെ എത്തിയപ്പം ഞങ്ങൾ സർവീസിലൊക്കെ ഇങ്ങനെ നിർത്തിയാണ് വന്നത്. അങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ വന്ന് വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ. നമ്മൾ വഴിയിലൊക്കെ ഇതൊക്കെയാണ് ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച. ഭയങ്കര ഫ്രീസിംഗ് ആണ്, നല്ല തണുപ്പാണ്, ഐസായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് പുറത്തെ കാഴ്ച. ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള 2 ചെയർ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത കോട്ടേജ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ, അവിടെയാണ് അവരുടെ വീട്, ഇംഗ്ലീഷുകാരുടെ. എന്ത് രസമാണെന്ന് നോക്കി. അങ്ങ് ദൂരെ ഈ ആട്ടിൻകുട്ടികളും ഒക്കെ പുല്ല് തിന്നുന്ന കാഴ്ച കാണുന്നു. ഹലോ, ഞങ്ങൾ താമസിച്ചത് ഒരു ചെറിയൊരു ഹട്ടിലാണ്. ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവരിവിടെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ഇവിടെ കുക്കിംഗ് ഒന്നും പറ്റത്തില്ല അകത്ത്, പക്ഷെ ചെറിയൊരു ഹട്ടായതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, കുക്കിംഗ് ഒന്നും പറ്റത്തില്ല. ചെറിയ കെറ്റില് ഫെസിലിറ്റി, വൈൻ ഓപ്പണർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്ത് നമുക്ക് BBQ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്തില്ല, കാരണം നമ്മൾ എന്താ പറയുക, ലേറ്റ് ആയിട്ടാണ് വന്നത്. കുറച്ചും കൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ 4 o'clock ശേഷം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. പിന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ ബ്ലാങ്കറ്റ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാനതെല്ലാം പെറുക്കി കെട്ടിക്കൊണ്ടാണ് വന്നത്. ഒരു ദിവസത്തേക്ക് എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് വന്നത്. സോ അപ്പോൾ നിങ്ങൾ ഇനി എവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എയർബിഎൻബി വഴിയാണ് പോകുന്നതെങ്കിൽ അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. സോ നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോവണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങൾ ആദ്യം ഇത് ബുക്ക് ചെയ്യാൻ നേരത്തെ ഞങ്ങൾ വിചാരിച്ചത് വളരെ ചെറുതായിരിക്കും എന്നാണ്. പക്ഷേ ഇതൊരു രക്ഷയില്ല, അടിപൊളിയാണ്. ഞങ്ങൾ 100% നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. പക്ഷേ വളരെ ചെറുതാണ്, വളരെ എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇനി വല്ലപ്പോഴൊക്കെ ട്രിപ്പ് പോകണം, എന്നാലേ രസമുള്ളൂ. ഇതിപ്പോ അമലിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇനിയിപ്പോ എന്താ പറയാ, ഇടയ്ക്കും വല്ലപ്പോഴൊക്കെ ഇതുപോലൊക്കെ പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വെറുതെ എല്ലാ ആൾക്കാർ കാശ് മുടക്കി ലോകം ചുറ്റാൻ ഇറങ്ങുന്നത്. ഇനി ഞങ്ങൾ ഇവിടുന്ന് പയ്യ ഡെഡിലോർ പോകണം. നല്ല തണുപ്പുണ്ട്. 10 മണിയാവുന്നതിനുള്ളിൽ ഇത് ചെക്കൗട്ട് ചെയ്യണം, കാരണം ഇവിടെ എപ്പോഴും ടൈറ്റ് ആയിരിക്കും, ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇനി ഡെഡിലോർ ചെന്നിട്ട് ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അത് ഞങ്ങള് ചെക്കൗട്ട് ചെയ്യുവാണ്, സെൽഫ് ചെക്കൗട്ട് തന്നെയാണ്. എന്ത് വിശ്വസിച്ചാണോ ഇവര് നമ്മളോട് സെൽഫ് ചെക്കിനും ചെക്കൗട്ട് എന്നൊക്കെ പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് അടിച്ചു മാറ്റാൻ, ചെയ്യില്ല. ഞങ്ങൾ 2 സ്ഥലത്ത് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് ഡാഡിൽഡോറും പിന്നെ ലുൽവർത്ത് കോവ്, അങ്ങനെ ഒരു സ്ഥലം കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചത്. 2 സ്ഥലത്തെ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം.
കെട്ടും പാണ്ടൊക്കെ ആയിട്ട് പോകുന്ന കാണുമ്പോഴേ. അങ്ങനെ ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന് ഡഡിൽഡോറിലോട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് പയ്യ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ഇറങ്ങാൻ. ഇവിടുന്ന് ഇറങ്ങി ഇനി ഡഡിൽഡോർ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. രാത്രിയിൽ ഇറങ്ങി വന്നത് കൊണ്ട്, രാത്രിയിൽ കയറി വന്നത് കൊണ്ട് ഈ കാടിൻ്റെ കാഴ്ചകളൊന്നും ഞങ്ങൾ കാണാൻ പറ്റില്ല. രാത്രി 1 മണിക്ക് ഞങ്ങൾ ടോയ്ലറ്റ് അന്വേഷിച്ചാണ്. ഇവിടെയാണ് ബിബിക്ക് കൊണ്ടുവന്നത് ഫെസിലിറ്റീസ് അറിയുന്നത്. പക്ഷെ ഞങ്ങൾ അതിൽ ചേർത്ത് ഇവിടെ ബാത്റൂം കൊണ്ട് എഴുതിയെടുത്തായിരുന്നു. നമുക്ക് വെള്ളം ഐസായിട്ട് കിടക്കണം. ഐസ് ഉണ്ടോ? സ്ലിപ്പറിയാണെന്ന് നേരത്തെ ഇൻഫർമേഷൻ്റെ സമയമാണ് ഐസായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ എപ്പോൾ മുഴുവൻ അറിയത്തില്ല. നമ്മൾ പോവാണ്. രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ തുറന്നു നോക്കില്ല. ഞങ്ങളുടെ റൂമാണെന്നൊക്കെ നമ്മൾ നേരത്തെ പെട്ടിയൊക്കെ വന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ വ്യൂ. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹട്ട്. വീഡിയോ എടുത്തു. അവർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ തിരിച്ച് റീപ്ലേസ് ചെയ്തെന്നൊക്കെ പറയാലോ നമുക്ക്. ഓക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് കീ വെച്ചിട്ടുണ്ട്. ഡോറൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങുവാണ്. ഞങ്ങളുടെ വണ്ടിയുടെ അകത്തോട്ടുള്ള യാത്രയില്ല. മൊത്തം മഞ്ഞായിരുന്നു. ഇപ്പം മഞ്ഞൊക്കെ ഉരുകി കിടക്കും. അതെ, അവിടെ വെടിവെച്ചാണ് കേൾക്കുന്നത്. മഞ്ഞ്. ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഇതിൽ മഞ്ഞായിട്ട് കിടക്കുവാണ്. അവിടെ എന്തോ വെടിവെച്ചാണോ കേൾക്കുന്ന? ഇന്നലെ ഒരു ട്രോള് കണ്ടതുള്ളൂ ഇതിനെപ്പറ്റി. ലേറ്റ് ആവുന്നതനുസരിച്ച് നമ്മുടെ മുഖം കാണുന്ന രീതി മാത്രം മഞ്ഞ് മാറ്റിയിട്ട് നല്ല സുഖമുണ്ട്. കയ്യൊക്കെ ഐസായി. ഞങ്ങൾ ചൂടാവാനും വണ്ടി ചൂടാവാനും വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് പോവുകയാണ്. ആക്ച്വലി കൊറേ നാളുകളായിട്ട് എന്റെ ആഗ്രഹമായിരുന്നു ഡഡിൽഡോറിൽ പോകണം. പക്ഷെ വന്ന സമയം എത്ര ആപ്റ്റ് ആയില്ല. സമ്മറിലായിരുന്നു. ചെറിയ തണുപ്പേ ഉള്ളു. പക്ഷെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇത് കിട്ടുമെന്ന്, ഒരു സണ്ണി ഡേ കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. ഞങ്ങള് ക്ലൈമറ്റ് നോക്കിയായിരുന്നു. എന്താ പറയാ, കൊള്ളാം.
അങ്ങനെ ഞങ്ങള് ലോഞ്ചസിൽ നിന്ന് ഇറങ്ങി. സ്ഥലത്തിന്റെ പേരാട്ടോ. ഇവിടെ അടുത്ത് ഒത്തിരി പ്ലേസ് ഉണ്ട് നമുക്ക് താമസിക്കാനൊക്കെ ആയിട്ട്. അത് കണ്ടുപിടിച്ചാൽ മതി. രാത്രിയിലൊക്കെ വന്നത് കൊണ്ട് കുറച്ച് പേടിയാണ്, എനിക്ക് പേടിയാണ്. പക്ഷെ അവരുടെ ധൈര്യം തോന്നുന്നു. റിസ്ക് എടുത്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രാത്രി 12 മണിക്കാണ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തത്. എല്ലാ വണ്ടിയും മഞ്ഞായി കിടക്കുക. നല്ല സ്ഥലമാണ് കേട്ടോ. അതൊക്കെ കാണിച്ചത് പഴയ ബിൽഡിംഗ് ഉള്ള സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നിങ്ങൾ ഇവിടെയൊക്കെ വരണേ. ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരുത്തി കല്യാണം കഴിക്കാൻ വേണ്ടി പോയിട്ട് കല്യാണം കഴിക്കാനല്ലേ എൻഗേജ്മെന്റ്. നോക്കിയാ മല. എന്നാ രസമാണല്ലേ ഈ വീട് കാണാൻ. രാത്രി വന്നത് കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. സത്യം പറഞ്ഞ ഇന്നലെ നൈറ്റ് ആയിരുന്നു ഞങ്ങൾ എത്തിയത്. പക്ഷെ അതുകൊണ്ട് എന്താ കുറേയൊക്കെ ഞങ്ങൾക്ക് മിസ്സായി. പക്ഷെ തിരിച്ചു പോകുമ്പോഴാണ് അത് മൊത്തം ഞങ്ങള് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ വീടുകളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് നോക്കിയാൽ ഇതെന്തുവാ? ഇതൊരു വീടാണ്. ഇനി ഒരു പാർക്കിംഗ് കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങളൊരു പാർക്കിങ്ങിലെത്തി.